ഒരു ലാംഗ്വേജ് പ്രോപ്പറായി പഠിച്ചാൽ പിന്നെ മറ്റുള്ള ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യാൻ എളുപ്പമാണ്. ശരിക്കും പ്രോപ്പറായി നമുക്ക് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ തുറന്നു നോക്കിയാലാണ് കാണാൻ പറ്റുന്നത്. ഹായ്, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എന്താണ് അബ്സ്ട്രാക്റ്റ് എന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഊപ്സ് കൺസെപ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോന്നോരോന്ന് പഠിപ്പിച്ചു. ആദ്യം ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താ, പിന്നെ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അതുപോലെ തന്നെ നമ്മൾ അബ്സ്ട്രാക്റ്റ് എന്താന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എൻകാപ്സുലേഷൻ. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ എന്താണ് എൻകാപ്സുലേഷൻ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിലെന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഊപ്സ് കൺസെപ്റ്റ് കഴിയാറായി. അതായത് ഇന്നത്തോടെ നമ്മൾ എന്തായി, ഊപ്സും നമുക്ക് കഴിയാൻ പോവുകയാണ്. ഇനി നമുക്ക് ഈ കോഡിങ് സീരീസ് എന്ന് വെച്ചാൽ ഒരു 2-3 ഇല്ലെങ്കിൽ ഒരു വീഡിയോസ് മാത്രം ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ബേസിക്സ് എല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ബേസിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു. എന്താണ് കോഡിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിയ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി കുറച്ചും കൂടി കോർ ലെവലിലേക്ക് വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇനി നമ്മുടെ ചാനൽസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓരോ നോളജും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ കോഡിങ് ചലഞ്ച് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നാൽ നാളെ വേറൊരു ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേരിയബിൾ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്നും പറയേണ്ട ആവശ്യം വരില്ല. ഞാൻ പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്താണ് ഒരു ലാംഗ്വേജ് പ്രോപ്പറായി പഠിച്ചാൽ പിന്നെ മറ്റുള്ള ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ ജാവ തന്നെ ഓൾറെഡി തിരഞ്ഞെടുത്തത്. കാരണം എന്താ, ജാവയിൽ പഠിച്ചാൽ പിന്നെ ഏത് ലാംഗ്വേജിൽ സ്വിച്ച് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ ജാവയാണ് കുറച്ചും കൂടി ഒരു ടഫായിട്ടുള്ള സിൻടാക്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ജാവ പഠിച്ചത്. അപ്പോൾ ജാവ പഠിച്ചു കഴിഞ്ഞാൽ ജാവ പഠിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ലാംഗ്വേജിൽ സ്വിച്ച് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ജാവ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് കാര്യത്തിൽ കിടക്കാം. ആദ്യം നമ്മളിപ്പോൾ അവസാനമായിട്ട് പറയുന്ന ഊപ്സ് കൺസെപ്റ്റിൻ്റെ അവസാന കൺസെപ്റ്റാണ് എൻകാപ്സുലേഷൻ എന്നുള്ളത് പറയാൻ പോവാണ്. അപ്പോൾ എന്താണ് എൻകാപ്സുലേഷൻ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ പേരിൽ തന്നെ കാണാൻ പറ്റും. എൻകാപ്സുലേഷൻ, ക്യാപ്സ്യൂൾ എന്നുള്ള ഒരു വേർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ക്യാപ്സ്യൂൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് ഒരു മെഡിസിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു ക്യാപ്സ്യൂൾ മെഡിസിൻ. അതായത് ക്യാപ്സ്യൂൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡോക്ടറൊക്കെ കാണുന്ന ടൈമിൽ ഓരോ ഗുളിക നമ്മൾ എടുത്തു നോക്കിയാൽ, ഒരു ടാബ്ലറ്റ് എടുത്തു നോക്കിയാൽ എന്ത് ചെയ്യും, ഒരു രണ്ട് ഭാഗവും എന്താണ്, ഒന്ന് ചിലപ്പോൾ റെഡും വൈറ്റും ഒക്കെ ആയിട്ട് 2 ഭാഗവും ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ടുണ്ടാവും. ഉള്ളിലാണ് അതിൻ്റെ മെഡിസിൻ ഉണ്ടാവുക. മെഡിസിൻ വെച്ചാൽ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു മെഡിസിൻസ് നിങ്ങൾ എന്തെങ്കിലും കാണാൻ പറ്റും. ഇവിടെ എന്താ, ഒരു ക്യാപ്സ്യൂളാണ്. ഇവിടെ ക്യാപ്സ്യൂൾ എന്ന് വെച്ചാൽ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, മെഡിസിൻ ഉള്ളത്. കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ ആ ക്യാപ്സ്യൂൾ എന്തല്ല, മെഡിസിൻ അല്ല. ശരിക്കും പ്രോപ്പറായി നമുക്ക് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ തുറന്നു നോക്കിയാലാണ് കാണാൻ പറ്റുന്നത്, അല്ലേ? അതുപോലുള്ള ഒരു കൺസെപ്റ്റാണ് ക്യാപ്സ്യൂൾ എന്നുള്ളത്. അതായത് നമുക്കൊന്നും കൂടി ഡീപ്പായി പറയാമെന്ന് വെച്ചാൽ, നമ്മുടെ വേരിയബിൾസ് അതുപോലെ തന്നെ ഡാറ്റ, ശരിക്കും വെച്ചാൽ ഡാറ്റ പ്രൈവറ്റ് ആക്കി വെക്കുക, അതായത് സെക്യൂർ ആക്കി വെക്കാനാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ റീഡബിലിറ്റി, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെക്യൂരിറ്റി, അതായത് നല്ല രീതിയിൽ പ്രൈവസി എന്ത് ചെയ്യാം, സൂക്ഷിക്കാൻ പറ്റും. ആ ഡാറ്റ സൂക്ഷിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എൻകാപ്സുലേഷൻ. അതായത് ഒന്നും കൂടി നമ്മൾ റിയൽ ടൈം എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ റൂമിലോ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ബുക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ആ ബുക്സിൽ എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യും, പ്രൈവസി ആഡ് ചെയ്തിട്ട് വെക്കും, അല്ലേ? പ്രൈവസി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ബാഗിലോ ഇല്ലെങ്കിൽ ഒരു പെട്ടിയിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വെക്കുക. മറ്റുള്ള ബുക്സ് എന്ത് ചെയ്യും, നിങ്ങളുടെ സ്വന്തം റൂമിൽ പബ്ലിക് ആക്കി എന്ത് ചെയ്യും, വെക്കും, അല്ലേ? ചില ബുക്സ് മാത്രം ചിലപ്പോൾ അക്കൗണ്ട്സ് എഴുതിയതായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രൈവസി, അതായത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന കുറച്ച് ബുക്സ് ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യും, ഷെൽഫിൽ എടുത്ത് വെക്കും, അല്ലേ? ആ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നമുക്കുള്ളതാണെങ്കിൽ, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയൻ്റെ എന്തെങ്കിലും പാസ്വേഡ് അതുപോലെ ഇമെയിൽ ID ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, പ്രൈവസി ആക്കി വെക്കും. കാരണം എന്താ, ഇത് മറ്റുള്ളവർക്ക് കിട്ടാൻ പാടില്ല. അത് നിങ്ങൾ എങ്ങനെ പ്രൈവറ്റ് ചെയ്ത് വെക്കുക, ഒന്ന് നിങ്ങളത് മൈൻഡിലാണ് വെക്കുക,
നിങ്ങളുടെ മൈൻഡ് ഒന്നോ അവരാ മറ്റുള്ളവർക്ക് അത് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ മൈൻഡ് റീഡ് ചെയ്യണം. അതായത് മൈൻഡിനുള്ളിൽ നോക്കി മൈൻഡിൽ എന്താണുള്ളതെന്നുള്ള രീതിയിൽ നോക്കാൻ പറ്റണം. അല്ലാത്ത കേസിൽ അത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റില്ല. അതുപോലെയാണ്, അതായത് ഡാറ്റനെ ഒരു ക്യാപ്സ്യൂൾ, ഒരു ബോക്സിലാക്കി വെക്കാം. അതാണ് മെയിൻ ഇവിടുത്തെ കൺസെപ്റ്റ്. നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ കോഡ് എഴുതുമ്പോൾ ഒരു ക്ലാസ് ഉണ്ടാവും. ഒരു ക്ലാസ്സിലുള്ള വേരിയബിൾസ് അതുപോലെ തന്നെ ഡാറ്റാസ് നമ്മൾ പ്രൈവറ്റ് എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് അതിനെ പ്രൈവറ്റ് ആക്കി വെക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, എന്താണ് പ്രൈവറ്റ് എന്നുള്ളത്? നമ്മൾ ആദ്യം ഒരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു, ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു കൺസെപ്റ്റ്. അതായത് പബ്ലിക് എന്താ, അതുപോലെ തന്നെ സ്റ്റാറ്റിക് എന്താ, വോയിഡ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ഇതിനൊക്കെ എന്താ പറയുക, ആക്സസ് മോഡിഫയർ എന്ന് പറഞ്ഞ ഒരു പേരുണ്ട്. ആക്സസ് മോഡിഫയർ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അന്ന് കണ്ട പബ്ലിക്, അതൊരു ആക്സസ് മോഡിഫയർ ആണ്. അപ്പോൾ എന്താണ് കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്, അതായത് ഒരു ക്ലാസ്സിൽ മറ്റേ ക്ലാസ് ആക്സസ് ചെയ്യാൻ, അതായത് എല്ലാ ക്ലാസ്സും നമുക്ക് ഒരു സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക് എന്നുള്ള കീവേഡിലാണ് ഉപയോഗിക്കുക. ഇനി പ്രൈവേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ് ഉണ്ട്, അതും ആക്സസ് മോഡിഫയർ ആണ്. അപ്പോൾ ഈ ആക്സസ് മോഡിഫയർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ പ്രൈവറ്റ് എന്നുള്ളത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ പുറത്ത് എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഡാറ്റ തന്നെ കോൾ ചെയ്യാൻ പറ്റൂല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഒരു ക്ലാസ് ഉണ്ട്, ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു വേരിയബിൾ വെച്ചു, അത് പ്രൈവേറ്റ് എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തത്, ഇനിഷ്യലൈസേഷൻ ചെയ്തത്. അപ്പോൾ ആ ഇനിഷ്യലൈസ് ചെയ്ത വേരിയബിൾ നെയിം നമുക്ക് ഈ ക്ലാസ്സിൻ്റെ പുറത്ത് നമുക്ക് കിട്ടൂല. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ കിട്ടൂല. അതാണ് എന്ത് പ്രൈവറ്റ് ചെയ്ത് വെക്കുന്ന എൻക്യാപ്സുലേഷൻ. പിന്നെ എങ്ങനെയാണ് കിട്ടുന്നത്, എന്താണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ചെയ്ത് പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് നേരിട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എന്താ VS Code ഓപ്പൺ ചെയ്യാം. VS Code ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നുണ്ട് നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ആ മെയിൻ ഫംഗ്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെയിൻ ക്ലാസ് ഉണ്ട്, ക്ലാസ്സിൻ്റെ ഉള്ളിൽ മെയിൻ മെത്തേഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഒരു ക്ലാസ്സും കൂടി ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ക്ലാസ് എന്ന് എഴുതി, പിന്നെ ക്ലാസ് എന്ന് എഴുതി കൊടുത്തിട്ട് ഒരു ക്ലാസ്സിന് നെയിം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ബുക്സ് ആണ്. പല ബുക്സും എന്തുണ്ട് നമ്മളെ കയ്യിലുണ്ട്, അതിലൊരു ബുക്ക് പ്രൈവറ്റായി നമുക്ക് എന്ത് ചെയ്യണം, വെക്കണം. ഓക്കെ, അപ്പോൾ ബുക്കിനുള്ളിൽ ഇപ്പോൾ പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. പല ബുക്സിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ഒരു ബുക്ക് എടുക്കാം, ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് എടുത്താൽ ആ ബുക്കിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, ഒറ്റ പേജ് ഇല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കുന്ന ചില പേജസ് പ്രൈവറ്റായി വെക്കണം. അതില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നോർമലി നമ്മൾ എന്താ ചെയ്യുക, ഒരു ഇൻറ്റ് എന്നുള്ള വേരിയബിളിൽ ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പേജ് 1 എന്നുള്ളത് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റ് എന്നുള്ള പേജ് 1 പേജ് എന്നുള്ള 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി സ്ട്രിങ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രിങ് നമുക്ക് ആഡ് ചെയ്യാം. പേജ് 2 എന്ന് കൊടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ പേജ് 2 ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പേജ് 2 എന്നുള്ളത് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതായത് പേജ് 2 ഉള്ളത് ഹായ് എവരി വൺ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഹായ് എവരി വൺ എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, ബുക്ക് സ്പേസ് ഒരു OBJ എന്നുള്ളത് കൊടുക്കുകയാണ്, ന്യൂ ബുക്ക്. ഓക്കെ, ബുക്ക് എന്ന് കൊടുത്തു, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, OBJ ഡോട്ട് ഈ പറഞ്ഞ പോലെ പേജ് 1 എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യുന്നു. അതിനെ OBJ ഡോട്ട് പേജ് 1 എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ ഓക്കെ, ഇവിടെ ഒരു എറർ ഉണ്ട്. എറർ എന്താണെന്ന് വെച്ചാൽ സ്ട്രിങ്ങിൻ്റെ അടുത്ത് എന്ത് കൊടുത്തിട്ടില്ല, നമ്മൾ സെമിക്കോളൻ കൊടുത്തിട്ടില്ല. എന്നിട്ട് വീണ്ടും സേവ് ചെയ്യുക, പിന്നെ ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ എന്ത് ഫൈൻഡ് മെത്തേഡ് ക്ലാസ് ബുക്ക് എന്നുള്ളത് നമുക്ക് കാണുന്നില്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ എറർ എന്താ വെച്ചാൽ ഈ മെയിൻ ക്ലാസ്സിൽ അതെപ്പോഴും ടോപ്പിലാണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ടോപ്പിലിടുക. ഓക്കെ, ടോപ്പിലിട്ടതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് 1 പ്രിൻ്റ് ചെയ്തു. കാരണം എന്താ, 1 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പേജ് 1 എന്നുള്ളതിൽ 1 അസൈൻ ചെയ്തിട്ടില്ല, 1 എന്നുള്ളത് കിട്ടി. ഇനി പേജ് 2 എന്നുള്ളത് കൊടുക്കാം. പേജ് 2 എന്നുള്ളത് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കൊടുക്കുക. ഹായ് എവരി വൺ എന്നുള്ളത് പ്രിൻ്റായി അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോർമലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ എൻക്യാപ്സുലാക്കി ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രൈവേറ്റ് എന്നുള്ള ഒരു ആക്സസ് മോഡിഫയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവേറ്റ് ആക്കാം. ഇനി പ്രൈവേറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ OBJ ഡോട്ട് ഇപ്പം നമ്മൾ പ്രൈവറ്റ് ചെയ്തത് ഏതാ, പേജ് 1 എന്നുള്ള വേരിയബിളാണ് പ്രൈവറ്റ് ചെയ്തത്. ആ പ്രൈവറ്റ് 1 നമ്മൾ ഇവിടെ കോൾ ചെയ്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. അതിൻ്റെ സേവ് ചെയ്യുക, ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ എറർ ത്രോ ചെയ്ത് കണ്ടോ. കാരണം എന്താ, പേജ് 1 ഹാസ് പ്രൈവറ്റ് ആക്സസ് ഇൻ ബുക്ക് എന്നുള്ള ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യൂല, പറ്റൂല. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് പ്രൈവറ്റായി. ഇനി പ്രൈവറ്റ് ആയാലും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കോൾ ചെയ്താലും നോർമലി ചെയ്യാൻ പറ്റൂല. പിന്നെ എന്ത് ത്രൂ ആണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണം. ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ മെത്തേഡ് വഴിയാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു ഡാറ്റയെ ഗെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഗെറ്റ്, ഇതിനാണ് ഗെറ്റർ മെത്തേഡ് എന്ന് പറയാം. മനസ്സിലായോ? ഒരു ഡാറ്റ പ്രൈവറ്റ് ആക്കി, അപ്പോൾ അത് എൻക്യാപ്സുലേഷൻ ആയി. അപ്പോൾ എൻക്യാപ്സുലേഷൻ ആയിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ ഗെറ്റ് ചെയ്യും, അതിനെങ്ങനെ നമ്മൾ ആക്സസ് ചെയ്യും അടുത്ത ക്ലാസ്സിലേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിനാണ് ഗെറ്റർ മെത്തേഡ്. അപ്പോൾ ഒരു ഗെറ്റർ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഒരു എൻക്യാപ്സുൽ ചെയ്ത ഡാറ്റയെ നമുക്ക് ഗെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അതൊരു എടുക്കണം, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഗെറ്റർ മെത്തേഡാണ് ഉപയോഗിക്കുക. ഓക്കെ, അതിനു വേണ്ടി എന്ത് ചെയ്യണം, നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഇനി പബ്ലിക് ഇൻറ്റാണ് നമ്മളെ റിട്ടേൺ ടൈപ്പ്, അതുകൊണ്ട് ഇൻറ്റ് എന്ന് കൊടുക്കുന്നു. ഇൻറ്റ് കൊടുത്തതിന് ശേഷം ഗെറ്റ് പേജ് എന്ന് കൊടുക്കുക. ഓക്കെ, ഗെറ്റ് പേജ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ റിട്ടേൺ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ പേജ് 1 കൊടുത്താൽ മതി. ഓക്കെ, പേജ് 1 കൊടുത്താണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇനെന്താ, ഈ പേജ് 1 എന്നുള്ളത് റിട്ടേൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് പേജ് 1 OBJ ഡോട്ട് പേജ് 1 നേരിട്ട് വിളിക്കുന്ന ടൈമിൽ നമുക്ക് എന്ത് പറ്റി, അത് വിളിക്കാൻ പറ്റിയില്ല. ഇനി നേരെ മറിച്ച് ഗെറ്റ് പേജ്, ഗെറ്റർ മെത്തേഡിൻ്റെ, അതായത് ആ മെത്തേഡിൻ്റെ നെയിം വിളിച്ച് നോക്കാം. നെയിം ആ ഫംഗ്ഷനെ വിളിച്ച് നോക്കാം, എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 1 എന്നുള്ളത് നേരത്തെ കണ്ടോ, നേരത്തെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂല. പേജ് 1 എന്നുള്ള നേരെ വേരിയബിൾ, ഈ പ്രൈവറ്റ് വേരിയബിൾ നമ്മൾ കോൾ ചെയ്യുന്ന ടൈമിൽ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഗെറ്റ് മെത്തേഡിനുള്ളിൽ റിട്ടേൺ ചെയ്തിട്ട് ആ ഗെറ്റ് മെത്തേഡിനെ നമ്മൾ വിളിച്ചപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ 1 എന്നുള്ളത് കിട്ടുന്നത്. ഇതിനാണ് ഗെറ്റർ മെത്തേഡ് എന്ന് പറയാം. ഏത്, ഈ ഫംഗ്ഷനെ, ഈ ഫംഗ്ഷൻ ഗെറ്റർ മെത്തേഡ്. ആ ഗെറ്റർ മെത്തേഡിലാണ് നമ്മൾ ഈ ആക്സസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി എങ്ങനെ ഇതിന് വേരിയബിൾ മാറ്റും. ഇപ്പോൾ നോക്കിയാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് പേജ് 1 എന്നുള്ളത് ഈ OBJ ഡോട്ട് പേജ് 1 എന്നുള്ളത് നമുക്ക് വിളിക്കാൻ തന്നെ പറ്റുന്നില്ല, കോൾ ചെയ്യാനേ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഇവിടെ നമ്മൾ ഡാറ്റ മാറ്റും, നമുക്ക് ഡാറ്റ മാറ്റണം എന്നുള്ളത് എന്ത് ചെയ്യും. അതായത് പേജ് 1 എന്നുള്ള വാല്യൂ ഇപ്പോൾ 1 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ആക്സസ് ചെയ്ത് 1 ആണ്. ഇനി 1 എന്നുള്ളത് നമുക്ക് 2 ആക്കണം, ഇല്ലെങ്കിൽ 3 ആക്കണം. അങ്ങനെ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ തന്നെ വേറെ ഒരു മെത്തേഡും കൂടി ചെയ്താൽ ആ മെത്തേഡാണ് സെറ്റർ മെത്തേഡ് എന്നാണ് പറയുക. അതായത് സെറ്റർ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൈവറ്റ് ആക്കിയ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സെറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഒന്നും കൂടി ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിനുവേണ്ടി നമ്മൾ ഒരു മെത്തേഡും കൂടി ഉണ്ടാക്കുക. ഇൻറ്റ് സെറ്റ് എന്താണ്, നമുക്ക് പേജാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പേജ് എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് ഒരു ക്ലാസ് ഗെറ്റ് സെറ്റ് മീൻസ് കഴിഞ്ഞതിന് ശേഷം ഒരു എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക.
എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സെറ്റ് പേജിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ഒരു കാര്യം അവിടെ നിന്ന് പാസ് ചെയ്യണം. ഇവിടുത്തെ പാരാമീറ്റർ ആയിട്ട് ഒരു സംഭവം ഉണ്ടാകും. അതെന്ത് ചെയ്യുക, ഇൻറ്റ് എന്ന് കൊടുക്കുക. ഇൻറ്റ് എന്ന് കൊടുത്തിട്ട് എ എന്നുള്ളത് ഞാൻ കൊടുക്കുന്നു. ഇപ്പോൾ തൽക്കാലം എ എന്നുള്ളത് വേരിയബിളിനെ ഒന്നും കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു, അത് മൈൻഡിൽ വെക്കുക. എന്നിട്ട് എ എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ പേജ് 1ൻ്റെ വാല്യൂ ആണ് നമുക്ക് മാറ്റേണ്ടത്. അത് എ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ എന്തായി, എ എന്നുള്ള വേരിയബിളിന് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യും. ഈ ആർഗ്യുമെൻറ്റ് എന്താ, പാരാമീറ്റർ എന്താണെന്നുള്ളത് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രോപ്പറായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ ഇതൊക്കെ ഒരു ചെയിനുള്ള രീതിയിലാണ് പോകുന്നത്. ചെയിൻ ബേസ്ഡ് ആണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ വാല്യൂ നേരിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാല്യൂ ഇവിടെ എന്തായി മാറി. അപ്പോൾ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റുന്ന ഇവിടെ ആണല്ലോ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ റിട്ടേൺ ടൈപ്പ് വോയിഡ് കൊടുക്കുന്നു. കാരണം എന്താ, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നറിയിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യും, ആ സെറ്റർ മെത്തഡിനെ വിളിക്കും. അതിന് ഒബിജെ ഡോട്ട് സെറ്റ് പേജ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ആർഗ്യുമെൻ്റ് പാസ് ചെയ്യേണ്ടത്. ഞാനൊരു ഇപ്പോൾ ഉള്ളത് 1 എന്നാണ് ഇതിൻ്റെ പേജിൻ്റെ വാല്യൂ, പേജ് 1ൻ്റെ വാല്യൂ. അത് ഞാൻ എന്ത് ചെയ്യുന്നു, 20 എന്നുള്ളതാക്കി സേവ് ചെയ്യാണ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എറർ ത്രോ ചെയ്ത്, ഈ ത്രോ ചെയ്ത എറർ എന്താണെന്ന് വെച്ചാൽ ഒബിജെ ഡോട്ട് സെറ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, സെമിക്കോളം കൊടുത്തിട്ടില്ല. ആ സെമിക്കോളം കൊടുത്തതിന് ശേഷം വീണ്ടും റൺ ചെയ്യുക. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ചെയ്ത 1 എന്ന് പ്രിൻ്റ് ചെയ്ത് നമുക്ക് ഈ 20 എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ പ്രിൻ്റ് ചെയ്തതിന് ശേഷമാണ് സെറ്റ് മെത്തേഡിൽ നമ്മൾ മാറ്റിയിട്ടുള്ളത്. അതിന് വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം സെറ്റ് എപ്പോഴാണോ കൊടുത്തത്, ആ 20ൻ്റെ വാല്യൂ എപ്പോഴാണ് മാറ്റിയത്, അപ്പോൾ വീണ്ടും കൊടുക്കുക. അവിടെ സ്പേസ് ചെയ്തതിന് ശേഷം ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കൊടുത്തതിന് ശേഷം കണ്ടോ 20 എന്നുള്ളത് പ്രിൻ്റായി. അപ്പോൾ എന്തായി, 20 എന്നുള്ള വാല്യൂ മാറ്റിയിട്ട് ഗെറ്റ് പേജിൻ്റെ ഉള്ളിൽ പേജ് 1ൻ്റെ വാല്യൂ 1 എന്നുള്ളത് മാറിയിട്ട് 20 ആയി മാറി. ഓക്കെ, വീണ്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അതിന് വേണ്ടി എന്ത് ചെയ്യുക, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്യുക. ഔട്ട് ഡോട്ട് പ്രിൻ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒബിജെ ഡോട്ട് ഗെറ്റ് പേജ് എന്നുള്ളത് ഒന്നും കൂടി എന്ത് ചെയ്യുക, വിളിക്കുക, ഇവിടെ കോൾ ചെയ്യുക. കോൾ ചെയ്തതിന് ശേഷം സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ജാവ സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം ഒബിജെ ഡോട്ട് ഗെറ്റ് പേജിൻ്റെ വാല്യൂ 1 ആണ്. ആ 1 ആണ് ഇവിടെ കണ്ടത്. പിന്നെ ഉള്ളത് 20 എന്നുള്ളത് നമ്മൾ മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ അതന്നെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രിൻ്റ് ചെയ്ത് 20 ആയി മാറി. ഓക്കെ, അപ്പോൾ എന്താണ് സെറ്റ് മെത്തേഡ്, ഗെറ്റ് മെത്തേഡ് ഒന്നും എന്താ പഠിച്ചു, അതേപോലെ എൻക്യാപ്സുലേഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഗെറ്റ് അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഗെറ്ററും സെറ്ററും എന്നുള്ളത് ഇങ്ങനെ തന്നെ കൊടുക്കണോ, അതായത് ഗെറ്റ് പേജ് അല്ലെങ്കിൽ സെറ്റ് പേജ് എന്ന് കൊടുക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇല്ല, അതൊരു മെത്തേഡാണ്. ഞങ്ങൾ പറഞ്ഞു മെത്തേഡ് നെയിം എന്തും ഉപയോഗിക്കാം. ഒരു ഫംഗ്ഷൻ്റെ നെയിം ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഈ ഫംഗ്ഷൻ നെയിം. അപ്പോൾ എന്തിനാ ഗെറ്റർ സെറ്റർ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നോർമലി ഒരു ബേസിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്, അങ്ങനെ പഠിച്ചു പോകുന്നു. പക്ഷെ നാളെ നിങ്ങളൊരു പ്രൊജക്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഈ ഗെറ്റ് സെറ്റ് മെത്തേഡ് എന്നൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തിനാണ് ഉപയോഗിച്ചത്. ഇത് എൻക്യാപ്സുലേഷൻ ആണ്. അപ്പോൾ ഗെറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഗെറ്റ് ചെയ്യുന്നതും സെറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സെറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗെറ്റും സെറ്റ് എന്നുള്ളത് പേര് ഇതിന് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ സെറ്റും ഗെറ്റ് എന്നുള്ളത്. അപ്പോൾ ഏത് പ്രൊജക്റ്റ് എടുത്ത് നോക്കിയാലും ഈ എൻക്യാപ്സുലേഷൻ എഴുതി കഴിഞ്ഞാൽ അവിടെ ഗെറ്റും സെറ്റും എന്നുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ എല്ലാ ഡെവലപ്പേഴ്സിനും അത് എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ ഫോർ ലൂപ്പിലൊക്കെ ഐ എന്ന് മാത്രം ഉപയോഗിച്ച്. കാരണം എന്താ വെച്ചാൽ അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് രീതിയാണ്. ആ ഒരു സ്റ്റാൻഡേർഡ് രീതിയാണ് ഈ പറഞ്ഞ പോലെ ഗെറ്റും സെറ്റും എന്നുള്ളതൊക്കെ. അത് നിങ്ങൾക്ക് എന്തും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ കൂടുതൽ സ്റ്റാൻഡേർഡായി ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചത്. അതുകൊണ്ടാണ് അതിന് സെറ്റർ മെത്തേഡും ഗെറ്റർ മെത്തേഡ് എന്നുള്ളത് കാര്യങ്ങളും പേര് വന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എൻക്യാപ്സുലേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനിയുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ബേസിക് കോഡിങ് ശരിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഈ കൺസെപ്റ്റോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. നാളത്തെ വീഡിയോത്തോടെ നിങ്ങൾക്ക് കുറച്ച് ടാസ്കും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. മീൻസ് എന്താണ് ചെയ്യേണ്ടത്, ഇനിയുള്ള സ്റ്റെപ്പ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോപ്പറായി ഈ ആദ്യം മുതൽ ഇവിടം വരെയുള്ള ക്ലാസ് നല്ല രീതിയിൽ കണ്ടതിന് ശേഷം മാത്രം
നാളത്തെ ക്ലാസ് കാണാം. കാരണം എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള റോഡ് മാപ്പാണ് അവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അതൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്.